ഞാൻ അനുഭവിച്ച് ഈ റാങ്കിലെത്തിയപ്പോൾ ഇനി അടുത്ത റാങ്കിലെത്തുമ്പോഴേക്കും പല ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ മീറ്റിംഗ് കേട്ടിട്ട് പോയി കിടന്നുറങ്ങിയാൽ കിട്ടില്ല. മീറ്റിംഗ് കേട്ട് നല്ല ആവേശത്തോടു കൂടി പോയി കിടന്നുറങ്ങി ഒരു കാരണവശാലും കിട്ടില്ല. മീറ്റിംഗ് കേട്ട് വീട്ടിൽ പോയിട്ട് ഉടനെ എന്ത് ചെയ്യാൻ, നമുക്ക് കാണാനുള്ള ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിൽ ഓരോരുത്തരെയും വിളിക്കുക. വിളിച്ചിട്ട് നമ്മളെ ഈ ബിസിനസ് പറയാൻ മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലീഡർ ഇതേമാതിരി ചെറു സാറ്, ഉമ്മർ സാറ്, ഇനി ആണെങ്കിൽ എന്നെയും വിളിക്കാം, വേറെ ഉമ്മർ സാറുണ്ട്, അവരെ വിളിക്കാം, ജാൻസൺ സാറിനെ വിളിക്കാം. ആരെ വിളിച്ചാലും ആരും വരുന്നുള്ളത് റെഡിയാണ്. പക്ഷെ നിങ്ങൾ വിളിക്കാത്ത തകരാറും. ഞങ്ങളൊക്കെ അതേമാതിരി ഫീൽഡിൽ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടാവും പപ്തി സാറ് ഇങ്ങനെ ഓരോരുത്തർ ലീഡർമാരെ പറയുന്നത്. ആദ്യം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, അവരോട് ഈ ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് നമ്മളെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക. ആ പ്രൊഡക്റ്റ് അവരെ ഉപയോഗിക്കുക. അത്ര തന്നെ. അത് മാത്രം ഇത് ചെയ്താൽ മതി. നമ്മൾ സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങി വീട്ടിൽ ഒരുക്കി വെച്ച് അത് വിൽക്കാൻ വേണ്ടി പോകേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഉപയോഗിക്കുന്ന ആളുകളെ ഉണ്ടാക്കുക. ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കും. ഇതേപോലെ ഓരോ ആൾക്കാരും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കും. അപ്പോൾ അടുത്തടുത്ത ഓരോ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. വിൽക്കാനുള്ള ആൾക്കാരല്ല. വിൽക്കാനുള്ള ആൾക്കാർ പറഞ്ഞതുപോലെ ഉമ്മർ സാറ് പറഞ്ഞതുപോലെ പാലിൻ്റെ ആൾ അവിടെ പാലും പശുവിനെ പോറ്റിയാൽ പിന്നെ എന്ത് ചെയ്യും, ആളെ കിട്ടില്ല. അപ്പോൾ ആ പാല് കച്ചവടം പോകും. എന്നതുപോലെ വിൽക്കാൻ നമ്മൾ ഉണ്ടാക്കണ്ട. നമ്മൾ ആളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കുക, അവർക്ക് ഐഡിയടിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 100 വീട്ടുകാരെ നമ്മുടെ ഉപയോഗിക്കുന്ന വീട്ടുകാർ തന്നെ ഐഡിയടിച്ച് കൊടുത്തിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് വിജയിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രം പറഞ്ഞു സംസാരിക്കാനൊന്നുമില്ല. ഒറ്റ കാര്യമാണ്, ഇവിടെ കേട്ടതൊക്കെ സത്യസന്ധമായ വാക്കുകളാണ്. ഒരു കുറേ ഉറുപ്പിൻ്റെ കൂട്ടുണ്ട്. ആ കൂട്ടത്തിൽ 2-3 ഉറുപ്പുകൾ കൂട്ടിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ ഇന്ന കാര്യമൊക്കെ പറയണട്ടോ, ഇന്ന കാര്യം പറയണട്ടോ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മർസ്ഥാനം വലിയ ഒരു കൈ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ സൂപ്പർപ്പെട്ട നയിക്കുന്നത് പറഞ്ഞതാണ്. ആത്മാർത്ഥമായി ഓരോ ആളുകളെ റിസൾട്ടുകൾ പറഞ്ഞതൊക്കെ അവർ ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കുറച്ചൊക്കെ സ്റ്റോക്ക് സൂക്ഷിക്കുക. നമ്മുടെ കയ്യിൽ സാധനം എടുത്തുകൊണ്ട് വേണം. 1,06,000 രൂപയുടെ സാധനം സ്റ്റോക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇന്നിപ്പോൾ 13,000 രൂപ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. അപ്പോൾ അനുഭവമായിട്ട് വിളിക്കണം വിചാരിച്ചു. അപ്പോൾ ശരിക്കും പറയാം, കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വേണം. 20,000 രൂപയുടെ സാധനങ്ങൾ കയ്യിൽ ഉണ്ടാവണമെന്നുള്ള സ്റ്റോക്ക് മാനേജ് ചെയ്യുക. വലിയ വിജയങ്ങൾ ഉണ്ടാവുന്ന